ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് ഒരു സ്ത്രീയുടെ എല്ലാ രൂപത്തിലുള്ള സംരക്ഷണവും അവളുടെ സുരക്ഷിതത്വവും വളരെ കൃത്യമായി കാണുകയും അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നിൽ വെക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം. സ്ത്രീ ആക്രമിക്കപ്പെടരുത്, അവൾ ചൂഷണം ചെയ്യപ്പെടരുത്, അവൾ ഉപദ്രവിക്കപ്പെടരുത് എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹിജാബ്, അള്ളാഹു ഹിജാബിനെ കുറിച്ച് സംസാരിച്ചു. ഹിജാബ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്ത്രീ അവളുടെ തലയിലിടുന്ന ഒരു തട്ടത്തിൻ്റെ പേര് മാത്രമല്ല ഹിജാബ് എന്നത്. മറിച്ച് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സദാചാരം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു അതിർവരമ്പാണ് യഥാർത്ഥത്തിൽ ഹിജാബ്. സ്ത്രീക്ക് മാത്രമല്ല, പുരുഷനെയും യഥാർത്ഥത്തിൽ സംരക്ഷിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളിലൂടെ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ വാക്കാണ്, ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്: ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. പുരുഷന്മാരോടാണ് പറയുന്നത്. നബിയെ, പുരുഷന്മാരോട് പറയണം, സത്യവിശ്വാസികളോട് പറയണം, യഗുല്ലൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കാഴ്ചകളെ, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ വേണ്ടി ആവശ്യപ്പെടണം. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയും ആവശ്യപ്പെടണം. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് പരിശുദ്ധിക്ക് ഏറ്റവും നല്ലത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു അറിയുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അപ്പൊ സ്ത്രീകൾ മാത്രല്ല, എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയാണ് വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബിയെ, സത്യവിശ്വാസിനികളോടും പറ, അവരുടെ ദൃഷ്ടികളെ താഴ്ത്തണം, അവരുടെ ലൈംഗികാവയവങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് സത്യവിശ്വാസിനികളോടും പറ നബിയെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ആദ്യം പറയുന്നത് പുരുഷനോടാണ്. നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം. നിങ്ങൾക്ക് അനുവദിക്കപ്പെടാത്ത ഒന്നിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോകാൻ പാടില്ല. അത്തരം രംഗങ്ങൾ കണ്ടാൽ നിങ്ങളെ കണ്ണുകളെ താഴ്ത്തണം. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കവാടങ്ങൾ പലതുമുണ്ട്. കാഴ്ചകളും കേൾവികളുമൊക്കെ വലിയ തിന്മയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം. തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹ് പറയാണ്, സ്ത്രീകളോടും പറ നബിയെ, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ. ഹറാം കാണുമ്പോ, ഹറാമായ രംഗങ്ങൾ വരുമ്പോ അവരുടെ കണ്ണുകളെ താഴ്ത്താൻ വേണ്ടി പറ. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിന് സിനിമാ സംസ്കാരത്തിന്റെ പിന്നാലെ പോകാൻ കഴിയുമോ? നമ്മൾ ചോദിക്കണം സ്വന്തം. ഈ ആയത്ത് മനസ്സിലാക്കിയ ഒരാൾക്ക്, ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരാൾക്ക്, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവർക്ക് പിന്നെ എങ്ങനെ ഈ തോന്നിയാസം കാണാൻ കഴിയും? സാധാരണ പറയാറില്ലേ,
ഈ കഴിഞ്ഞ ദിവസം വലിയൊരു സൂപ്പർ സ്റ്റാർ മീഡിയക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾ കലാകാരന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ എന്നാണ്. നിങ്ങളൊരു കലയെയാണ് ഇല്ലാതാക്കുന്നതെന്നാണ്. ഇതാണോ കല? ഇവരാണോ കലാകാരന്മാർ? പച്ചത്തോന്യാസങ്ങൾ പരസ്യമായി സമൂഹത്തിന്റെ മുന്നിൽ തോന്യാസങ്ങൾ ചെയ്യുന്നവർ, ഏറ്റവും മോശമായ മെസ്സേജുകൾ സമൂഹത്തിന് നൽകുന്നവർ, അത്തരം മേഖലകളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, ഈ ആയത്ത് പഠിച്ച, ഈ ആയത്ത് ഉൾക്കൊണ്ട ഒരു മുസ്ലിമിന് പിന്നെ ഇത് കാണാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം. കാരണം ഏത് സിനിമയില, ഏത് അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ വലാ യുഫ്ലിർ റജുലു ഇലാ റജുലി ഫീ സൗബിൻ വാഹിദ് വലാ തുഫ്ലിൽ മർഅതു ഇലൽ മർഅതി ഫീ സൗബിൽ വാഹിദ്. കൃത്യമായ നിയമങ്ങളാണ്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒരാണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരാണ് മറ്റൊരാണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാണ്. എന്തേ കാരണം? കാഴ്ചയ്ക്ക് വലിയ പങ്കുണ്ട് എന്നർത്ഥം. പുരുഷന്റെ വൈകാരികമായ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൽ കാഴ്ചയ്ക്ക് വലിയ പങ്കുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളെ വിളിച്ചു പറഞ്ഞല്ലോ, യാ അലി ലാ തുത്ബിഇൻ നളറതൻ നളറ ഫഇന്ന ലക്കൽ ഊലാ വലൈസത് ലക്കൽ ആഖിറ. അലിയേ, നിന്റെ നോട്ടത്തെ നിയന്ത്രിക്കണം. ഒന്ന് അനുവദനീയമാണ്, രണ്ടാമത്തെ നിനക്ക് അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹറാമാണെന്ന് മനസ്സിലായിട്ട് ഒരു പ്രാവശ്യം നോക്കാന്നല്ല അതിനർത്ഥം. സ്വാഭാവികമായും മനുഷ്യന്റെ കണ്ണത്തരം ഹറാമിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ ഉടൻ പിൻവലിക്കണം, കണ്ണിനെ ഉടൻ ദൃഷ്ടിയെ പിൻവലിക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. കാരണം നോട്ടം വലിയ വിഷയമാണ്. ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ച് ഔറത്താക്കപ്പെട്ട ഭാഗങ്ങൾ കണ്ടാൽ ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വൈകാരികമായ ചിന്ത വരും എന്നുള്ളത് ഉറപ്പാണ്. അത് ഉറപ്പാണ്. അത് മനുഷ്യനെ സൃഷ്ടിച്ച, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചറബിന്റെ സംവിധാനമാണത്. അള്ളാന്റെ സംവിധാനം അങ്ങനെ. നോക്കൂ നിങ്ങൾ, അതെന്തിനാ? ചിലപ്പോ ചോദിച്ചേക്കാം, അതെന്തിനാ? അള്ളാഹുവിന്റെ പരീക്ഷണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് നിങ്ങളിലെ സ്ത്രീകൾ. എന്തായി പറഞ്ഞത്? എൻ്റെ സമുദായത്തിലെ പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് നിങ്ങളിലെ സ്ത്രീകൾ. ആ പരീക്ഷണത്തെ പരീക്ഷണമായി കാണണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ നോട്ടത്തെ നിയന്ത്രിക്കണം. നമ്മൾ സാധാരണ സഹോദരിമാരോടൊക്കെ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കണം. ഇന്ന് സ്റ്റാറ്റസിന്റെയും അത്തരം ലോകാണല്ലോ, സോഷ്യൽ മീഡിയയിലെ ലോകാണല്ലോ, അവിടെയൊക്കെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ഫോട്ടോ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകുന്നില്ല എന്ന് മാത്രമല്ല, അത് നല്ലതല്ല എന്ന് പറയാനുള്ള കാരണം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു സ്ത്രീ, അവൾ നല്ല വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ പോലും ഒരു പക്ഷെ അവളെ കണ്ടാൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാന്റെ പരീക്ഷണാണ്, അള്ളാഹുവിന്റെ പരീക്ഷണം. എല്ലാ ആണുങ്ങൾക്കെന്നല്ല, എല്ലാ ആണുങ്ങൾക്കും ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ വസ്ത്രം മാറിടത്തിലൂടെ താഴ്ത്തിയിടുന്ന വസ്ത്രം ധരിക്കണം. സ്ത്രീകളോട് പറയാണ്, കേവലം വസ്ത്രം ധരിച്ചാൽ പോരാ, നിങ്ങൾ മാറിടത്തിലൂടെ താഴ്ത്തിയിടുന്ന വസ്ത്രം ധരിക്കണം.
യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ്. നബിയേ, യാ അയ്യുഹൻ നബിയ്യു, ഏ പ്രവാചകരെ, കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ പെൺമക്കളോട്, സത്യവിശ്വാസികളായ മുഴുവൻ സ്ത്രീകളോടും പറയൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമക്കനകൾ കുപ്പായ മാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ പറയൂ നബിയേ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഒരു സ്ത്രീൻ്റെ മുഖമക്കന എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടല്ലോ തലേ കെട്ടിയിട്ട് അവസാനിപ്പിക്കുന്ന രൂപം അല്ല. അല്ല, അവളുടെ ശരീരത്തിന്റെ മുൻഭാഗം മറക്കേണ്ടത് പർദ്ദ കൊണ്ട് മാത്രമല്ല, അവൾ ധരിച്ച മുഖമക്കന കൊണ്ടാണ് ഒരു പ്രായപൂർത്തിയായ സ്ത്രീ, പെൺകുട്ടി, അവൾ വസ്ത്രം ധരിക്കേണ്ടത്. അള്ളാന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നബിയെ പറയണം. കണ്ടോ, വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ കുപ്പായമാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിടട്ടെ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഇതാണൊരു സ്ത്രീയുടെ വസ്ത്രം. മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഔറത്താണ് എന്ന് നമ്മൾ പറയാറില്ലേ? ഇസ്ലാമിക ലോകത്ത് ചർച്ചയുണ്ട്, ഇസ്ലാമിക ലോകത്ത് ചർച്ചയുണ്ട്. എന്തിനാ സ്ത്രീകൾ മുഖം മറക്കുന്നത് എന്ന് ചോദിക്കാറില്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമുള്ള വിഷയമല്ല, പക്ഷെ ഇസ്ലാമിക ലോകത്ത് ചർച്ച നടക്കുന്നുണ്ട്, ചർച്ച നടന്നിട്ടുണ്ട്. അത്രയ്ക്കും സൂക്ഷ്മതയുള്ള വിഷയമാണ്, സൂക്ഷ്മത പാലിക്കേണ്ട വിഷയമാണ്. പക്ഷേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്നത്തെ സമൂഹത്തിന്റെ വസ്ത്രം എങ്ങനെയാണ്? ഒരു കാലത്ത് സാധാരണ നമ്മൾ വാളുകളും ഖുത്ബകളും ധാരാളമായി നടത്തി, പുരുഷന്മാരെ നിങ്ങളുടെ ഡ്രസ്സ് തെരിയാണിക്ക് മേലെ വെച്ച് അവസാനിപ്പിക്കണം. എത്ര കാലങ്ങളായി നമ്മൾ പറയുന്നു, ഒരു നൂറ്റാണ്ട് കാലമായി നിരന്തരമായ ഖുത്ബകളിലൂടെ, വഅളുകളിലൂടെ, ഉത്ബോധനങ്ങളിലൂടെ നമ്മൾ പറയുന്നു. കാരണം പുരുഷന്മാർ മനഃപൂർവ്വം അവരുടെ ഡ്രസ്സ് നെരിയാണിക്ക് താഴെ പോയാൽ നരകമാണ്. പക്ഷെ അത് കേട്ടതാരാന്നറിയോ? പെൺകുട്ടികളും സ്ത്രീകളായി പോയി. അത് മനസ്സിലാക്കിയത് ഇന്ന് ആൺകുട്ടികളല്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, ന്യൂജൻ, നമ്മുടെ പുതിയ തലമുറയുടെ മക്കളുടെ ഡ്രസ്സുകൾ നെരിയാണിക്ക് താഴെയാണ്, എന്നാൽ പെൺകുട്ടികളോ നെരിയാണിക്ക് മേലെയാണ്. പിശാചിന്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ, പിശാചിന്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ. ഇന്നത്തെ മോഡൽ അതാണ്. നേരത്തെ പറഞ്ഞ ആ മേഖലയിലെ നടിമാരും അത്തരത്തിലുള്ള ആളുകളും ഉപയോഗിച്ച് അത് മോഡലായി സ്വീകരിച്ച ഒരു പുതിയ തലമുറ ഇവിടെ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, എന്താ പ്രശ്നം, എന്താ പ്രശ്നമെന്ന് ചോദിച്ചില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വെസ്റ്റേൺ കൾച്ചർ നമുക്കിടയിലേക്ക് കടന്നു വന്നതാണ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നവർ പറഞ്ഞില്ലേ? അല്ലേ? അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞില്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ഖുർആൻ പറഞ്ഞതും ഇവര് പറയുന്നതും. ഞാൻ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നറിയോ? വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇതിനെ കൊഞ്ഞനം കുത്തുകയും ശരിയല്ല എന്ന് പറയുകയും ചെയ്തവരാണ്, അതിന് നേതൃത്വം നൽകിയവരാണ്. ഇന്ന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്താണോ, ഇസ്ലാം എന്താണോ സമൂഹത്തോട് പറഞ്ഞത് അതേ കാര്യം ഖുർആൻ പറഞ്ഞു. എന്തിനാ സ്ത്രീകളോട് മുഖമക്കനകൾ മാറിടത്തിലൂടെ താഴ്ത്തിയിടാൻ പറഞ്ഞത്? അയ്യോ അറഫ്ന ഫലാ യുഅ്സൈൻ, അവൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നതിന് കിട്ടൂലാന്ന് ഈ ഡ്രസ്സ് ധരിച്ചു പോകുമ്പോ അവളെ കാണുമ്പോ മറ്റുള്ളവർക്ക് തോന്നണം ഞാൻ അത്തരക്കാരിയല്ല എന്ന് മനസ്സിലാക്കണം. അതിനാണ് ഹേമ കമ്മീഷൻ പറയുന്നത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം മറച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിക്കുന്നു എന്നതാണ്.
പരസ്യമായ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവർ മാത്രമല്ല, ഞാനിങ്ങനെ ഓരോന്നും കാണിക്കുന്നില്ല. ഈ കമ്മീഷനിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു IAS ഓഫീസറുണ്ട്, വനിതയാണ്. അവരും ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ എന്തുകൊണ്ടാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നവർ പോയിന്റ് അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. വളരെ ടൈറ്റായ നേർത്ത ഡ്രസ്സുകൾ ധരിക്കുകയാണ്. വളരെ നേർത്ത ടൈറ്റായ ഡ്രസ്സുകളാണ് ഇന്ന് സ്ത്രീകൾ ധരിക്കുന്നത്. മാത്രവുമല്ല, അത്തരം ഡ്രസ്സുകൾ സ്ത്രീകൾക്ക്, നടിമാർക്ക് ഏറ്റവും കൂടുതൽ നൽകുന്നത് പുരുഷ സംവിധായകരാണ്, ഡയറക്ടർമാരാണ്. അവർ പറയാ, സ്ത്രീകൾ സംവിധാനം ചെയ്യുന്ന, സ്ത്രീകൾ ഡയറക്ടർമാരാകുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന അത്തരം കഥകളിലോ അത്തരം ഫീൽഡിലോ സ്ത്രീകൾക്ക് അത്യാവശ്യം മാന്യമായതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർ നേതൃത്വം നൽകുന്ന ഫീൽഡിലാണ് അല്ലെങ്കിൽ സൈറ്റിലാണ് ഇതേപോലെ ഏറ്റവും ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ നഗ്നയാക്കി അവളുടെ ശരീരം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന വസ്ത്രം ധരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് പുരുഷന്മാരാണ്. എന്നിട്ട് പറയാ, പുരുഷാധിപത്യത്തിന്റെ മതമാണ് ഇസ്ലാം. അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നിലക്കും പുരുഷാധിപത്യം എന്ന ഒന്ന് ഇസ്ലാമിൽ ഇല്ല. അവിടെ ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലാഹുവിന്റെ ഖുർആൻ എങ്ങനെ പറഞ്ഞത്? അവിടെ പുരുഷാധിപത്യമല്ല, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ നിയന്ത്രണാവകാശം കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൽ. അതെന്തിനാ? അത് വേറെ ചർച്ചയാണ്. ഞാൻ പറയണ്ടല്ലോ എന്തിനാന്ന്. അതിനർത്ഥം പുരുഷാധിപത്യം എന്നല്ല. അത് നേരത്തെ പറഞ്ഞത് അൽമർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ, വീട്ടിലെ ഭരണാധികാരി പെണ്ണ, സ്ഥാനം കൊടുത്തു. പരസ്പരം മനസ്സിലാക്കി പോകണം. അവിടെ ഇന്നൊരുത്തിയെ കണ്ടാൽ അവളെ വിളിച്ച് എന്നോടൊപ്പം താമസിപ്പിച്ച് എന്റെ ആഗ്രഹം തീരുമ്പോൾ വലിച്ചെറിയാനുള്ളതല്ല പെണ്ണ്. ഇന്നങ്ങനെയാണ് ലിവിങ് ടുഗദർ. നമ്മുടെ സാധാരണ അതിന് പേരിട്ടതാണ് പുതിയ തലമുറ. കണ്ടിഷ്ടപ്പെടുന്നവരെ വിളിക്കാണ്, കൂടെ താമസിപ്പിക്കാണ്. അവസാനം ആരാ ഗർഭം ധരിക്ക, ആരാ പ്രസവിക്ക, ആരാ മുലയൂട്ട, ഇതൊക്കെ പെണ്ണ. ആവശ്യം കഴിയുമ്പോൾ അവന്റെ ആഗ്രഹം തീരുമ്പോ നമുക്ക് മതിയാക്കാൻ പോയിക്കോ. ഇവനോ ഈ സമയം മറ്റൊരു തീയെ തേടുമ്പോ ഇവൾ വിധവയായി, ഇവൾ പ്രസവിച്ച കുട്ടി യതീമായി, സംരക്ഷിക്കാൻ ആളില്ല, അമ്മയെയും മോനെയും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടത്. നീ ഒരുത്തിയെ കണ്ടിഷ്ടപ്പെട്ടാൽ പോകേണ്ടത് അവളിലേക്കല്ല, അവളുടെ രക്ഷിതാവിങ്കലേക്കാ. എന്നിട്ട് അവിടെ പോകണം, രക്ഷിതാവിന്റെ സമ്മതം വാങ്ങണം, മഹർ കൊടുക്കണം, എന്നിട്ട് അവളെ സ്വന്തമാക്കണം. പോരാ, അവൾക്കുള്ള ചെലവ് നീ കൊടുക്കണം. പോരാ, ആവശ്യം കഴിയുമ്പോൾ പോകാൻ പറ്റൂല, നീ അവളെ കൂടെ കൂട്ടണം, സംരക്ഷിക്കണം. എവിടെയാണ് പുരുഷാധിപത്യം? നമ്മൾ മനസ്സിലാക്കണം. ഈ IAS ഓഫീസർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞതിനാണ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ ഇസ്ലാമിക നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്ത്രീകളോട് പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ മയപ്പെടുത്തി സംസാരിക്കരുത്, കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അള്ളാഹിൻ്റെ ഖുർആൻ ഇങ്ങനെയാ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. സൂറത്തുൽ അഹ്സാബിലെ 32-ാമത്തെ ആയത്താണ്. ഭയങ്കര ചികിത്സയാണ് ഖുർആന്റെ ഓരോ വരികളും. അല്ലാഹു പറയാ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോ. അങ്ങനെ സംസാരിച്ചാൽ എന്താ പ്രശ്നമെന്നല്ലേ? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ മനസ്സിന് രോഗമുള്ള ചില ആളുകളുണ്ട്. എല്ലാവരും അത്തരക്കാരെന്നല്ല, പക്ഷെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ രോഗമുള്ളവൻ ആരാ? അല്ലാഹു പറഞ്ഞുതരാ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പുരുഷന്മാരുടെ കൂട്ടത്തിൽ മാനസിക രോഗികളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു തരാം. അതുകൊണ്ട് ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ അവരോട്, അന്യ ആരാവട്ടെ, അവരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കരുത്.
അതിനർത്ഥം തീരെ സംസാരിക്കണ്ടെന്നാ അല്ല. വഖുൽന ഖൗലൻ മഅറൂഫാ, മാന്യമായി സംസാരിക്കാം. ഇടപഴകേണ്ടി വന്നാൽ, സംസാരിക്കേണ്ടി വന്നാൽ അവിടെയൊക്കെ വഖുൽന ഖൗലൻ മഅറൂഫാ, മാന്യമായി സംസാരിക്കണം. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഈ പറയുന്നത്. എന്തിനാണെന്നറിയോ? ഇപ്പറഞ്ഞ മാനസിക രോഗികളാൽ, പുരുഷന്മാരാൽ സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. അങ്ങനെ കാണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കമ്മീഷനിൽ എങ്ങനെയുണ്ട്? ഇന്ന് രണ്ടർത്ഥമുള്ള വാക്കുകൾ സൈറ്റിൽ കൂടുതലാണ്. എന്താ ഞാൻ പറയണ്ടല്ലോ. അള്ളാന്റെ ഖുർആൻ പറയാ, നിങ്ങൾ അങ്ങനെ സംസാരിക്കല്ലേ. ഇന്ന് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുവെങ്കിൽ ദ്വയാർത്ഥമുള്ള വാക്കുകൾ സൈറ്റിൽ കൂടുതലാണ്. അത്തരം സംസാരങ്ങൾ കേട്ടാൽ പിന്നെ ഏത് പുരുഷന്റെ മനസ്സായി ഇളകാത്തത്? അള്ളാനെ പേടിയില്ലാത്തവരല്ലേ തീർച്ചയായിട്ടും ആ ഫീൽഡിൽ ഉണ്ടാവാ, അല്ലേ? റബ്ബിനെ പേടിയില്ലാത്തവരല്ലേ? പിന്നെ ആ മനസ്സിലേക്ക് പിശാച് വന്നില്ലെങ്കിലല്ലേ അത്ഭുതം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്യ പുരുഷന്മാരോടൊപ്പം നിങ്ങൾ തനിച്ചാവരുത്. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്വാൻ. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും തനിച്ചാകരുത്. അങ്ങനെ തനിച്ചായാൽ ഇല്ലാ കാന സാലിസഹുമ ശൈത്വാൻ, മൂന്നാമനായി പിശാച് വരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ചോദിച്ചില്ലേ പലരും, ഒരാണും ഒരു പെണ്ണും തനിച്ചായാൽ എന്താ പ്രശ്നം? ഒരാണിനും ഒരു പെണ്ണിനും ഒരു റൂമിൽ കിടന്നാൽ എന്താ പ്രശ്നം? ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്നൊഴിഞ്ഞിരുന്നാൽ എന്താ പ്രശ്നം? ചോദിച്ചില്ലേ? ഈ ഹേമ കമ്മീഷൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് ആ സൈറ്റിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞത് എപ്പോഴാ ഉപദ്രവിക്കപ്പെട്ടത്? എപ്പോഴാ ഉപദ്രവിക്കപ്പെട്ടത്? അവർ തനിച്ചായ സമയങ്ങളിൽ, അവരെ റൂമിലേക്ക് ക്ഷണിക്കുകയും തനിച്ചായ സമയങ്ങളിലാണ് അവർ ആക്രമിക്കപ്പെട്ടത്. ഹേമ കമ്മീഷൻ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നു. സംവിധായകൻ നിങ്ങളെ കഥ കേൾക്കാനോ സിനിമയുമായി ബന്ധപ്പെട്ട ഡിസ്കഷനോ വിളിച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്. നിങ്ങളുടെ അച്ഛനെയോ സഹോദരനെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളെയോ കൂടെ കൂട്ടുക. നോക്കൂ നിങ്ങൾ, 14 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്വാൻ. മൂന്നാമനായി ശൈത്താൻ വരും. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, വിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. എന്താ പിശാച് വന്നാ സംഭവിക്കാന്നവനെ പറയണ്ടല്ലോ. സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് അവരോടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കാനാണ് ഇത് പറയണത്. അതേപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അന്യ പുരുഷന്മാരുടെ ദൃഷ്ടി തന്നിലേക്ക് തിരിക്കാൻ ശ്രമിക്കരുത്. എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്റെ ഒരു ആകർഷണം തന്നിലേക്ക് വരുന്ന രൂപത്തിൽ, അത് സംസാരത്തിലാവാം, പെരുമാറ്റത്തിലാകാം, വസ്ത്രധാരണ രീതിയിലാവാം, ആഭരണങ്ങളിലാവാം, എന്തുമാവട്ടെ ഒരു സ്ത്രീയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ സഹോദരിമാർ വിചാരിക്കണോ ഞങ്ങളെന്തെങ്കിലും അടച്ചു പൂട്ട? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കുകയാണ്, ഏറ്റവും നല്ല സുരക്ഷിതത്വം നൽകുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. മാനസിക രോഗികളായ പുരുഷന്മാർ ചുറ്റുപാടിലുമുണ്ട്. അവരാൽ നിങ്ങൾ ആക്രമിക്കപ്പെടാൻ പാടില്ല. അതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ യദ്രിബ്ന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. നിങ്ങൾ മറച്ചു വെക്കുന്ന നിങ്ങളുടെ അലങ്കാരം അറിയപ്പെടാൻ വേണ്ടി ഒരു കാരണവശാലും കാലിട്ടടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുമുണ്ട്. ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവളുടെ ആ നടത്തം ഒരു പുരുഷൻ ആകർഷിക്കുന്ന രൂപത്തിൽ ഒരു കാരണവശാലും, അത് നടത്തമാവാം, വേഷവിധാനമാകാം, ആഭരണങ്ങളാവാം, അങ്ങനെ ഉണ്ടല്ലോ, അതൊന്നും പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്. നടത്തം വലിയ വിഷയമാണ്. ഞാനിങ്ങനെ ഓരോന്നും കാണിക്കില്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയണമല്ലോ.
2011 US ഒരു സൈക്കോളജി പ്രൊഫസർ സാറ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ അവരുടെ പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അതിലവർ പറയുന്നത് കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ പെണ്ണിന്റെ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതി 3 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. പെണ്ണ് ധരിക്കുന്ന ഹൈ ഹീൽ ഷൂ അവളുടെ നടത്തത്തിന്റെ ഷേപ്പ് മാറ്റും. അത് മറ്റുള്ളവരെ ആകർഷിപ്പിക്കാൻ കാരണമാകും. നോക്കൂ നിങ്ങൾ, ഇതാരായി പറയണത്? ഇതെവിടെന്നായി പറയണത്? മിമ്പറിന്ന് കേൾക്കണല്ല ഈ വർത്താനങ്ങളൊന്നും, നമ്മൾ ഹുത്തുബയിൽ കേൾക്കണല്ല അല്ലേ? ഇനി വാ, നിങ്ങൾ ഹദീസിലേക്ക് വാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. ചില പെണ്ണുങ്ങളുണ്ട് നരകാവകാശിയായ സിൻഫാനി മിൻ അഹ്ലിന്നാർ, അവർ നരകത്തിന്റെ സ്ത്രീകളാണ്. എന്താണ് കാരണം? കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നകളാണ്. വസ്ത്രം ധരിച്ച് നഗ്നകളായ സ്ത്രീകളാണവർ. മുമീലാത്തുൻ മായിലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. അന്യ പുരുഷന്മാരെ തങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ആടിക്കൊണ്ടിരിക്കും. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഹഹാ, സ്വർഗീയ സുഗന്ധം പോലും ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, എന്തിനാ ഒരു സ്ത്രീക്ക് മേക്കപ്പ്? എന്തിനാ ഒരു സ്ത്രീക്ക് മേക്കപ്പ്? സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഒരു സ്ത്രീ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അദ്ദുനിയാ മച്ചാ വഖൈറു മച്ചാഇ ദുനിയാ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ സൗന്ദര്യം അതൊരു പെണ്ണാണ്. മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പക്ഷെ എന്നിട്ട് മേക്കപ്പിന്റെ പിന്നാലെ, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പിന്നാലെ, പുരികം വടിക്കുന്ന പെണ്ണുങ്ങളെയും പുരികം വടിച്ചു കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. മുടിയേച്ച് കെട്ടുന്നവളെയും മുടിയേച്ച് കെട്ടിക്കൊടുക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, എന്തിനാ ഇതൊക്കെ? ഒരു കല്യാണം വന്നാൽ ഇന്നിതൊക്കെ സർവ്വസാധാരണയായി മാറിക്കഴിഞ്ഞു. ഇന്നതൊന്നും ഒരു പ്രശ്നമല്ല എല്ലായിടത്തും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാം, അവൾക്ക് പരമാവധി സൗന്ദര്യം പ്രദർശിപ്പിക്കാം. ഒരൊറ്റ സ്ഥലത്ത് മാത്രം അവളുടെ വലിയിൽ നിന്ന് മഹർ കൊടുത്ത് വാങ്ങിയ ഒരാളുണ്ടല്ലോ, വാങ്ങാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ, സംരക്ഷിക്കാം ഞാൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഒരാളുണ്ടല്ലോ, അയാളുടെ മുന്നിൽ മാത്രം, മറ്റെവിടെയും പാടില്ല. അത് അനുവദിച്ചു എന്ന് മാത്രമല്ല, അതിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രതിഫലമുണ്ടെന്നാണ്. അവിടെ പ്രതിഫലമുണ്ടെന്നാണ്. തൻ്റെ ഭർത്താവെങ്ങാനും തൻ്റെ സൗന്ദര്യത്തിൽ താൻ കാരണം ആസ്വദിക്കാൻ, ഏതെങ്കിലും രൂപത്തിൽ സന്തോഷിക്കാൻ തൻ്റെ ഭർത്താവ് കാരണമായിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഭർത്താവിന് താൻ കാരണമായിട്ടുണ്ടെങ്കിൽ, സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരു ഭർത്താവ് സന്തോഷിക്കാൻ, ഒരു ഭർത്താവിന്റെ മനസ്സ് സന്തോഷിക്കാൻ, അവന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ഭാര്യയുടെ സംസാരങ്ങളോ ഭാര്യയുടെ പെരുമാറ്റങ്ങളോ അവളുടെ വസ്ത്രധാരണ രീതിയോ അവളുടെ സൗന്ദര്യമോ കാരണമായിട്ടുണ്ടെങ്കിൽ, അക്കാരണം കൊണ്ട് പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വഹാബി ചോദിച്ചു, റസൂലേ, അതെങ്ങനെ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടാം? അവർക്ക് അതെങ്ങനെ പ്രതിഫലം കിട്ടാം? ഞങ്ങളുടെ വൈകാരികമായ ആഗ്രഹ പൂർത്തീകരണമല്ലേ, അതിനെങ്ങനെ പ്രതിഫലം കിട്ടാം? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഈ നോട്ടവും ഈ പ്രദർശനങ്ങളും മറ്റൊരു സ്ഥലത്തായാൽ കുറ്റം കിട്ടൂലേ?
കുറ്റം കിട്ടും, എങ്കിലും ഇവിടെ പ്രതിഫലം കിട്ടും. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരിമാരെ മനസ്സിലാക്കിക്കോ, ഒരു സ്ത്രീയുടെ സംസാരങ്ങളോ നിങ്ങളുടെ പെരുമാറ്റങ്ങളോ നിങ്ങളുടെ ആഭരണങ്ങളോ നിങ്ങളുടെ സൗന്ദര്യമോ ഇതൊന്നും മറ്റൊരുത്തൻ നിങ്ങളെ ആകർഷിക്കാൻ കാരണമാകരുത്. അതിനൊക്കെ അവകാശപ്പെട്ട ഒരാളുണ്ട്, അവിടെ മാത്രം. മഹ്റം അഥവാ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവർ കൂടെയില്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിരിൽ മർഅ ഇല്ലാ മഅദി മഹ്റം വലാ യദ്ഖുലു അലൈഹാ റജുലുൻ ഇല്ലാ വമഅഹാ മഹ്റം. ഒരു സ്ത്രീ മഹ്റമില്ലാതെ വിവാഹം യാത്ര ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീക്ക് മഹ്റമില്ലാതെ യാത്ര അനുവദനീയമല്ല. ഒരു പുരുഷനും അവന്റെ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പെണ്ണിലേക്കല്ലാതെ ഒറ്റയ്ക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നി ഉരീദു അൻ അഖ്റുജ ഫീ ജയ്ശി കദാ വകദാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, സൈന്യത്തോടൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ വംറഅതി തുരീദുൽ ഹജ്ജ, എൻ്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജിന് പോകാൻ തയ്യാറായി നിൽക്കുന്നു. അവൾക്ക് ഈ വർഷം ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞാനാണെങ്കിൽ യുദ്ധത്തിന് വേണ്ടി, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ യുദ്ധത്തിന് പോകാൻ, സൈന്യത്തോടൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്താണ് റസൂലേ ചെയ്യുക? എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, ഉഖ്റുജു മഅഹാ, അവളോടൊപ്പം നീ ഹജ്ജിന് പോകണം. കണ്ടോ, ആരോടായി പറഞ്ഞത്? യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭർത്താവിനോട് പറയാ, ഭാര്യ ഒറ്റയ്ക്ക് ഹജ്ജിന് വിടണ്ട, നീ അവളോടൊപ്പം പോയിക്കോ. മനസ്സിലായോ? ഹജ്ജിന് പോലും ഒരു സ്ത്രീക്ക് മഹ്റമില്ലാതെ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമ്മൾ മനസ്സിലാക്കണം, ഹജ്ജിന് പോലും ഒരു സ്ത്രീക്ക് മഹ്റമില്ലാതെ യാത്ര പാടില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി സംശയം ഉണ്ടായേക്കാം, ആരാണ് മഹ്റം, ആരാണ് മഹ്റം? ഞാൻ എൻ്റെ ആയത്തുകളൊന്നും കാണിക്കുന്നില്ല, വേഗം പെട്ടെന്ന് മനസ്സിലായി പോകാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാണിച്ചു പോകാണ്. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവർക്കാണ് മഹ്റം എന്ന് പറയുക. 3 വിഭാഗം ആളുകളിലൂടെയാണ് മഹ്റമായ ആളുകളെ ലഭിക്കുന്നത്. ഒന്ന് രക്തബന്ധമാണ്, മറ്റൊന്ന് മുലകുടി ബന്ധമാണ്, മൂന്നാമത്തത് വിവാഹബന്ധമാണ്. രക്തബന്ധത്തിലെ 7 വിഭാഗമാണ്. അതിലൊന്ന് മാതാവാണ്, ഉമ്മയാണ്. ഉമ്മാൻ്റെ ഉമ്മ ഒക്കെ അതിൽ പെടും. മറ്റൊന്ന് പുത്രിമാരാണ്. പുത്രിമാരെന്ന് പറഞ്ഞാൽ സ്വന്തം പെൺമക്കള്, അതേപോലെ തന്നെ അവരുടെ പെൺമക്കളൊക്കെ അതിൽ പെടും. അതേപോലെ തന്നെ സഹോദരിമാരാണ്. സഹോദരിമാർ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരിമാര്, അതേപോലെ തന്നെ പിതാവോ മാതാവോ വഴിക്കുള്ള സഹോദരിമാരും മഹ്റമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ നേർക്കുനേരെയുള്ള സഹോദരിമാരുണ്ടാവാം. എൻ്റെ ഉപ്പയോ ഉമ്മയോ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ മക്കളുണ്ടെങ്കിൽ അവരും എനിക്ക് സഹോദരിമാർ തന്നെയാണ്. 4-മത്തത് പിതാവിൻ്റെ സഹോദരിമാർ അഥവാ അമ്മായിമാർ, വാപ്പാൻ്റെ സഹോദരിമാർ. അതേപോലെ തന്നെ മാതാവിൻ്റെ സഹോദരിമാർ, മൂത്തുമ്മ, പിന്നെ എന്താ പറയുക, മൂത്തുമ്മ, കുഞ്ഞുമ്മ, ഇളയുമ്മ എന്നൊക്കെ പറയുമല്ലോ, അവരാണ്. 6-മത്തത് സഹോദരന്മാരുടെ പുത്രികൾ, നമ്മുടെ സ്വന്തം സഹോദരങ്ങളുടെ പുത്രികൾ, അവരാരാണ്? നമുക്ക് മഹ്റമാണ്. അതേപോലെ തന്നെ സഹോദരിമാരുടെ പുത്രികളും, ഇതാണ് മഹ്റം. രക്തബന്ധം കൊണ്ട് മഹ്റമായ സ്ത്രീകൾ ഇവരാണ്. മനസ്സിലായിട്ടുണ്ടാകും, ഞാൻ ഇനി വിശദീകരിക്കണില്ല. എന്ന് പറഞ്ഞാൽ ഉമ്മ, പുത്രിമാര്, സഹോദരിമാര്, പിതാവിൻ്റെ സഹോദരിമാര്, മാതാവിൻ്റെ സഹോദരിമാര്, സഹോദരന്മാരുടെ പുത്രികൾ, സഹോദരന്മാരുടെ പുത്രികൾ, ഇതാണ് മഹ്റം. ഇനി മുലകുടി ബന്ധം കൊണ്ട് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരുണ്ട്, മഹ്റമാകുന്നവരുണ്ട്. അതെങ്ങനെയാണ്? ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് മുലപ്പാൽ ഊട്ടുമ്പോൾ
അവൾ ആ കുട്ടിയെ പ്രസവിച്ചതിന് സമാനമായ ഒരു ബന്ധം അവർ തമ്മിലുണ്ടാകുന്നു. വിവാഹ വിഷയത്തിൽ രക്തബന്ധം പോലെ തന്നെയുള്ള ഒരു ബന്ധമായിട്ടാണ് മുലകുടി ബന്ധത്തെയും ഇസ്ലാം കണക്കാക്കുന്നത്. മുലകുടി ബന്ധം ഏതെങ്കിലും ഒരു ഉമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പറഞ്ഞ രൂപത്തിൽ എങ്ങനെയൊക്കെ രക്തബന്ധം കൊണ്ട് നിഷിദ്ധമാകുമോ വിവാഹങ്ങൾ, അതുപോലെ തന്നെ മുലകുടി ബന്ധം കൊണ്ടും നിഷിദ്ധമാകും എന്നാണ്. നേരത്തെ പറഞ്ഞ ആദ്യത്തെ രക്തബന്ധം ഉണ്ടല്ലോ, അത് സ്ഥായിയായി നിഷിദ്ധാണ്, ഒരു കാലത്തും അനുവദനീയമല്ല. മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിഷിദ്ധമാകുന്ന ബന്ധങ്ങളാണ്. അതുപോലെ തന്നെ വിവാഹ ബന്ധം നിമിത്തം നിഷിദ്ധമായ ആളുകളുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഭാര്യയുടെ മാതാവ്, ഒന്നാമത്തത് ഭാര്യയുടെ മാതാവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മായിമ്മ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇണയുടെ ഉമ്മ, അവര് മഹ്റമാണ്. അതേപോലെ തന്നെ ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ആദ്യം വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൽ മകളുണ്ട് എങ്കിൽ അവൾ ആരാണ്? ആ കുട്ടി ആരാണ്? നിഷിദ്ധമാണ്, വിവാഹബന്ധം നിഷിദ്ധമാണ്. അതേപോലെ തന്നെ പുത്രന്മാരുടെ ഭാര്യമാർ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. പിതാവ് വിവാഹം കഴിച്ച വേറെ സ്ത്രീകൾ, സ്വന്തം ഉമ്മയല്ലാത്ത മറ്റേതെങ്കിലും സ്ത്രീകൾ വാപ്പ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉമ്മമാരുടെ സ്ഥാനത്താണ്. ഈ വാപ്പ മരിച്ചു പോയാലും എന്ത് ചെയ്യാൻ പറ്റൂല, അവരെ വിവാഹം ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ രണ്ട് സഹോദരികളെ ഒരുമിച്ച് വിവാഹം കഴിക്കൽ, ഇതും പാടില്ല. രണ്ട് സഹോദരിമാരെ, ഒരു വാപ്പാൻ്റെ ഉമ്മാൻ്റെ രണ്ട് പെൺമക്കളെ ഒരേ സമയം എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം ചെയ്യാൻ പാടില്ല, നിഷിദ്ധമാണ്. വിവാഹബന്ധം നിഷിദ്ധമാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ സഹോദരങ്ങളെ, ഇതിൽ ആരില്ല? നമ്മൾ പേരിട്ട് വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ്, ആങ്ങളെ പെങ്ങളെന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെന്തിലില്ല? ഇതിലില്ല. എൻ്റെ സഹോദരിയുടെ പുത്രിയെ എനിക്ക് വിവാഹബന്ധം നിഷിദ്ധമാണ്, എന്നാൽ എൻ്റെ മോനെ നിഷിദ്ധല്ല. മനസ്സിലായോ? എൻ്റെ സഹോദരിയുടെ പുത്രി, അവളെ എനിക്ക് നിഷിദ്ധമാണെങ്കിൽ എൻ്റെ മകൻ എന്തല്ല? നിഷിദ്ധല്ല. എൻ്റെ സഹോദരൻ്റെ പുത്രിയെ എനിക്ക് നിഷിദ്ധമാണ്, പക്ഷെ എൻ്റെ മോൻക്ക് എന്തല്ല? നിഷിദ്ധല്ല. മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് സമൂഹത്തിൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അതൊക്കെ ആങ്ങള പെങ്ങൾ സംസ്കാരമായി അവരോടൊപ്പം യാത്ര ചെയ്യുന്നു, അവരോടൊപ്പം ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇവരെ കാണുമ്പോഴേക്കും ഓടി ഒളിക്കണം, അവരെ കാണുമ്പോഴേക്കും ഏതോ ഒരു അന്യ പുരുഷനെ കാണുന്നത് പോലെ മാറിപ്പോകണമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവിടെ അകലം പാലിക്കൽ നിർബന്ധമാണ്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലേക്ക്. ഇത് ഞാൻ വെറുതെ പറയല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ, പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. ഒരു സ്ത്രീ തനിച്ചുള്ള സമയത്ത് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. ആ സമയത്ത് അൻസ്വാരിയായ ഒരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അഫറഅയ്തൽ ഹമവ്, ഹമുവിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താ ഹമുവ് എന്ന് പറഞ്ഞാൽ? അഖുസൗജ് വബ്നുൽ അമ്മി വനഹ്വഹു എന്നാണ് അതിന്റെ വിശദീകരണം. ഭർത്താവിന്റെ സഹോദരങ്ങൾ, അഖുസൗജ്, ജ്യേഷ്ഠാനുജത്തിമാരുടെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അവരാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തവര്. ഇവരെ കുറിച്ച് എന്താ അഭിപ്രായം? അവർ ഹമുവായ ആളുകൾ പരസ്പരം വരുന്നതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, അൽ ഹമുവ് അൽ മൗത്ത്, അതാണ് ഏറ്റവും വലിയ അപകടമെന്ന് മാത്രമല്ല അതിലൂടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അപകടം എന്ന് മാത്രമല്ല പറഞ്ഞത്, അത് പാടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അൽ മൗത്ത്, അതിലൂടെ മരണം വരെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. വലിയ അപകടമാണെന്നത്. എൻ്റെ അയൽപക്കത്തെ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പുറത്തുള്ളവനെങ്കിലും നോക്കും, അല്ലേ, എന്താണ് എങ്ങനെ അങ്ങോട്ട് പോണത് എന്നൊക്കെ ഒരു പക്ഷെ നോക്കിയേക്കാം. പക്ഷെ ഇപ്പറഞ്ഞവർ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആരെങ്കിലും നോക്കോ? ഇല്ലല്ലോ. അതിനടുത്ത് ഈ ക്ലാസ് കഴിയുന്നതോടെ നിങ്ങളൊക്കെ പോയിട്ട് ഈ പറഞ്ഞ ബന്ധുക്കാരോടൊന്നും വരരുതേ, നോക്കരുതേ എന്ന് പറയണമെന്നല്ല കേട്ടോ.
അങ്ങനെ ഒരിക്കലല്ല, മറിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞെടുത്ത് സൂക്ഷിക്കുകയും അകലം പാലിക്കാൻ പറഞ്ഞെടുത്ത് അകലം പാലിക്കുകയും ചെയ്തേ പറ്റൂ. എന്തിന്? പിന്നീട് കരയാതിരിക്കാൻ. ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനെ ഇല്ലാതിരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സ്ത്രീകളോട് പറഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കരുത്. ഇതിപ്പോൾ ക്ലാസ് കഴിയുമ്പോഴേക്കും സഹോദരിമാർക്കൊക്കെ ദേഷ്യം വരുന്നല്ലേ? അങ്ങനല്ല, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, ഇതൊക്കെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു പെണ്ണ് സുഗന്ധം പൂശി അന്യ ആണുങ്ങളുടെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. ആ സുഗന്ധമെങ്ങാനും അവൻ ആസ്വദിക്കാനിട വന്നാൽ, ബാക്കി ഞങ്ങളോട് പറയണ്ടല്ലോ, അവളെ കുറിച്ച് പറഞ്ഞ വാചകം എന്താ? ഫഹിയ സാനിയ. അവൾ സമൂഹത്തിലെ ഏറ്റവും മോശക്കാരിയായ പെണ്ണാണ്, അവൾ വ്യഭിചാരിണിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണത്തിന്, സൽക്കാരത്തിന്, പുറത്തേക്ക്, ഷോപ്പിങ്ങിന്, മാളിലേക്ക് അല്ലേ, ഒരു പെണ്ണിന് പാടില്ല. പെണ്ണിന് അനുവദിക്കപ്പെട്ട നേരത്തെ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. തനിക്ക് അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിൽ അവൾക്കാവാം, അതല്ലാത്തവരുടെ മുമ്പിൽ പാടില്ല. എന്തേ കാരണം? കാരണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ഫലാ തമസ്സു തീബ, പള്ളിക്ക് വരുമ്പോൾ പോലും പാടില്ലെന്നാ. പിന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ആരാ? സ്ത്രീകൾ മാത്രമുള്ളൊരു സ്ഥലം, സ്ത്രീകൾ മാത്രമുള്ളൊരു ഏരിയ അല്ലേ? അവിടേക്ക് വരുമ്പോൾ പോലും നിങ്ങൾ സുഗന്ധം സ്പർശിക്കല്ലേ, ഉപയോഗിക്കല്ലേ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കും. ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങി നടക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയണമെന്നാണ്. നിങ്ങൾ അടങ്ങിക്കഴിയണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ആദ്യകാലങ്ങളിൽ ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ കറങ്ങി നടക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. പുറത്തിറങ്ങണ്ടെന്നല്ല, പുറത്തിറങ്ങണം. എന്തിന്? ആവശ്യത്തിന്. പിന്നെയോ മഹറം കൂടെ ഉണ്ടാകണം, അല്ലെങ്കിലോ പ്രശ്നമാണ്, അപകടമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഹേമ കമ്മീഷൻ പറഞ്ഞ കാര്യം, രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നത് അപകടമുണ്ടാവാൻ കാരണമാകും. എപ്പോഴാ സ്ത്രീ ആക്രമിക്കപ്പെട്ടത്? 2017 ഒരു നടി അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ ഇസ്ലാം വളരെ കൃത്യമായ സംരക്ഷണങ്ങളാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് സ്വീകരിച്ചേ പറ്റൂ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തിരിച്ചറിയണം, ഞാനൊരു പ്രദർശന വസ്തുവല്ല. പലരും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാകാം. എനിക്കത് പറ്റൂല, എനിക്കത് അനുവദനീയമല്ല. ഞാൻ ഷഹാദത്ത് ഉച്ചരിച്ച്, ഷഹാദത്ത് അംഗീകരിച്ച് മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ച പെണ്ണ, എനിക്ക് മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ച, ഹിദായത്ത് കിട്ടിയ പെണ്ണ, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല എന്ന് തിരിച്ചറിയാൻ ഒരു പെണ്ണിന് സാധിക്കണം. നമുക്കൊക്കെ സാധിക്കണം. ഇസ്ലാമിക സംസ്കാരം ജീവിതത്തിൽ പാലിച്ചേ പറ്റൂ അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സേവ് ദ ഡേറ്റ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് വ്യാപകമായിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പോസ്റ്റർ വേണ്ടെന്നല്ല, പക്ഷേ അതിൻ്റെ പേരിൽ നിക്കാഹിന് മുൻപേ ആൺകുട്ടിയും പെൺകുട്ടിയും അഥവാ വിവാഹിതരാകാൻ പോകുന്ന ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചിരിക്കുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു, അവർ വീഡിയോ എടുക്കുന്നു, എന്നിട്ട് സേവ് ദ ഡേറ്റ് സ്റ്റാറ്റസ് വീഡിയോ. നിക്കാഹിന്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ അവർ തമ്മിലുള്ള സ്പർശനം പോലും ഹറാമല്ലേ? നിക്കാഹിന്റെ ഒരു സെക്കൻഡ് മുമ്പ് വരെ അവർ ചേർന്നിരിക്കൽ ഹറാമല്ലേ? അല്ലേ? ഇസ്ലാം അങ്ങനല്ലേ പറഞ്ഞത്? എന്റെ മകളെ ഞാനിതാ ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ നിനക്ക് തൃപ്തിപ്പെട്ട് ഞാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് വലിയ പറയുമ്പോ, ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമത്തിൽ ഇതാ താങ്കളുടെ മകളെ
ഇത്ര മഹർ നൽകി ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എൻ്റെ ഭാര്യയായി എന്ന് പറയുന്ന നിമിഷത്തിന്റെ തൊട്ട് മുൻപ് വരെ അവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഹറാമല്ലേ? പിന്നെ എങ്ങനെ സേവ് ദ ഡേറ്റ് എന്നുള്ള വീഡിയോ മെസ്സേജുകൾ നമുക്ക് സ്റ്റാറ്റസ് ആക്കാൻ പറ്റും? നമ്മൾ എങ്ങനെ അത് പ്രദർശിപ്പിക്കും? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതൊക്കെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിക സംസ്കാരം എന്താണോ അത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നേ പറ്റൂ. നമ്മൾ തിരിച്ചറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിച്ച്, ഇസ്ലാമിക ആദർശം മുറുകെ പിടിച്ച് മരണം വരെ യഥാർത്ഥ മുസ്ലിമായി, മുസ്ലിമത്തായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഒരു ചെറിയ സൂക്ഷ്മതക്കുറവ് ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരാനും അതിലൂടെ രണ്ട് ലോകവും കരയാനും നഷ്ടങ്ങൾ സംഭവിക്കാനും ഇടവരരുത്. ചെറിയൊരു സൂക്ഷ്മതക്കുറവ് മതി. ആ ഗ്യാപ്പ് നോക്കിക്ക പിശാച്, ആ ഗ്യാപ്പ് നോക്കിക്ക. തൊട്ടടുത്തുണ്ട് അവൻ, തൊട്ടടുത്തുണ്ട്. അള്ളാഹുവിന്റെ വല്ലാത്ത അനുഗ്രഹത്താൽ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതാ എല്ലാവരും, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞത് സിനിമാ ഫീൽഡിൽ മാത്രമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൂല എന്ന് എനിക്കറിയാം. പക്ഷേ മറ്റു പല രംഗങ്ങളിലും ഉണ്ടെങ്കിലും അതിലേക്കൊക്കെ പ്രേരണ നൽകുന്നത് ഈ സിനിമയാണ് എന്നാണ് അതിൽ നിന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം പൈശാചിക ലോകമാണ് സിനിമയും അനുബന്ധ മീഡിയകളും സമൂഹത്തിന് സമ്മാനിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. യഥാർത്ഥത്തിൽ സിനിമാ ലോകം ലൈംഗിക അരാജകത്വത്തിൻ്റെയും കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും ഇരുട്ടുമുറികളാണ് എന്ന് നാം തിരിച്ചറിയുക. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സിനിമ എന്തൊരു മെസ്സേജാണോ സമൂഹത്തിന് നൽകുന്നതും നൽകിയതും ഇന്ന് അത് അവർ തന്നെ, ആ ഫീൽഡിലുള്ളവർ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്തെ ഭയപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടുക. മനുഷ്യന്റെ രണ്ട് ലോകവും നശിപ്പിക്കുന്ന ഈ മേഖലയിൽ നിന്ന് പരിപൂർണമായും വിട്ടു